മധ്യപ്രദേശിലെ ജബൽപൂരിനടുത്ത് ഇസാഫ് ബാങ്കിൽ തോക്ക് ചൂണ്ടി 15 കിലോ സ്വർണം കൊള്ളയടിച്ചു. കിട്ടോളയിൽ 18 മിനിറ്റിനുള്ളിൽ 6 പേരാണ് കവർച്ച നടത്തിയത്. സ്വർണത്തിന് പുറമെ 6 ലക്ഷം രൂപയും കവർന്നിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, വലിയ മോഷണമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? ബൽറാം. റീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ കൊള്ളയാണ് ബാങ്കിൽ ജബൽപൂരിലെ ഇസാഫ് ബാങ്കിൽ ഉണ്ടായിരിക്കുന്നത്. രാവിലെ ബാങ്ക് പ്രവൃത്തി സമയം ആരംഭിക്കുന്ന ആ ഘട്ടത്തിലാണ് കൊള്ള നടന്നത്. ബാങ്കിലെ ജീവനക്കാർ എത്തി തങ്ങളുടെ ജോലികൾ ആരംഭിക്കുന്ന സമയം രാവിലെ 9 മണിയോടെ ഈ മുൻവശത്തുകൂടി ബാങ്കിൻ്റെ പ്രധാന കവാടത്തിൽ കൂടി ഈ അക്രമികൾ അകത്ത് കടക്കുകയായിരുന്നു. 3 പേരായിരുന്നു അക്രമികൾ ബാങ്കിനകത്ത് കയറിയത്. ഇവർ കൈവശമുണ്ടായിരുന്ന നാടൻ തോക്കുകൾ അത് ജീവനക്കാർക്ക് നേരെ ചൂണ്ടുകയും പോലീസിനെയോ മറ്റ് ആരെയും തന്നെ വിവരം അറിയിക്കരുത് എന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തു. തുടർന്ന് ബാങ്ക് മാനേജറിൽ നിന്നും ലോക്കറിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയ ശേഷം ലോക്കറിലുണ്ടായിരുന്ന സ്വർണം മുഴുവനായും കൊള്ളയടിക്കുകയായിരുന്നു. ബാങ്കിലുണ്ടായിരുന്ന 6 ലക്ഷം രൂപയും ഈ അക്രമികൾ കൊള്ളയടിച്ചു. ഏതാണ്ട് 15 കിലോയോളം സ്വർണമാണ് അക്രമികൾ കൊള്ളയടിച്ചത് എന്നാണ് ബാങ്ക് ജീവനക്കാരിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. തുടർന്ന് ഈ അക്രമികൾ ബൈക്കുകളിൽ 3 ബൈക്കുകളിലായാണ് രക്ഷപ്പെട്ടത്. 6 പേർ ഇവിടെ ഈ അക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരം. 14.8 കോടി രൂപയുടെ കവർച്ച നടന്നു എന്നാണ് പോലീസിന്റെ നിഗമനം. പ്രാഥമിക പരിശോധനയിൽ ഈ ബാങ്കിൽ സുരക്ഷാ ജീവനക്കാർ ഇല്ലാതിരുന്നതാണ് ഇത്തരത്തിൽ ഒരു കൊള്ളയ്ക്ക് കാരണമായത് എന്നാണ് പോലീസ് പ്രതികരിച്ചിരിക്കുന്നത്. സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. കൂടാതെ ഈ പ്രദേശത്തുള്ള മറ്റ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചു വരുന്നതായും അക്രമി സംഘത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു. 18 മിനിറ്റ് സമയം ഈ ജീവനക്കാരെ തോക്കിന് മുന്നിൽ നിർത്തിയിട്ടാണ് ഈ വലിയ കവർച്ചാ പ്രതികൾ നടത്തിയിരിക്കുന്നത്. 15 കിലോ സ്വർണം കൊള്ളയടിച്ചിട്ടുണ്ട്. അതിന് പുറമെ 6 ലക്ഷം രൂപയും കവർന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.